അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരണത്തിന് ശേഷം അടുത്ത ഘട്ടമായി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുകയാണ്. എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങി പായസം വരെ ഉൾക്കൊള്ളുന്നതാണ് പുതിയ മെനു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണിയും മൈക്രോഗ്രെയിൻസും ഒക്കെ നൽകുന്നതാണ് പുതിയ നിർദ്ദേശം. ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ വർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ ചേർക്കണം. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി വിഭവങ്ങൾ നൽകണം. ഇതിനൊപ്പം കൂട്ടിക്കഴിക്കാൻ കൂട്ടുകറിയോ കുറുമയോ ആയി എന്തെങ്കിലും വെജിറ്റബിൾ കറി വിളമ്പണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്തുള്ള ചമ്മന്തി കൊടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് ഫ്രൈഡ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊട്ടുകറിയായി വിളമ്പാവുന്നതാണ്. കൂടാതെ റൈസ് വിഭവങ്ങൾക്ക് പുറമെ ചെറുധാന്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനായി ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾ, മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവൽ കുതിർത്തത്, പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.